തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ സഹോദരിയെയും മാതാവിനെയും സുഹൃത്തിനെയും യുവാവ് വെട്ടി എന്നുള്ള അതിദാരുണമായ ഒരു വാർത്തയാണ്. സംഭവത്തിൽ വെട്ടേറ്റ സഹോദരി മരിച്ചു. മാതാവിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതി അഫ്നാൻ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ കീഴടങ്ങിയിട്ടുണ്ട്. സുലേഖ ശശികുമാർ ഉണ്ട്. സുലേഖ, 3 പേരെ ആക്രമിച്ചു, ഒരാളുടെ മരണം സ്ഥിരീകരിച്ചു. എന്താണ് ഈ ആക്രമണത്തിലേക്ക് നയിച്ചത്? എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവം, ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം ഈ വെട്ടിയ പ്രതി പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയി കീഴടങ്ങിയ ശേഷമാണ്, പോലീസുകാരോട് നേരിട്ട് പോയി കീഴടങ്ങിയ ശേഷമാണ് ഇത്തരത്തിൽ ഇത്ര പേരെ വെട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പോലീസിനോട് പറയുന്നത്. ആ ഒരു കാര്യം പോലീസിന് കിട്ടിയതോടെ പോലീസ് ഇവരുടെ വീട്ടിലെത്തി നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഇങ്ങനെ പരിക്കേറ്റ് കിടക്കുന്ന ആളുകളെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പ്രതി പറഞ്ഞ ഒരു കാര്യം, അഫ്ന എന്ന് പറയുന്ന 23 വയസ്സുകാരനാണ് ഇതിലെ പ്രതി എന്ന് പറയുന്ന വ്യക്തി. ഈ പ്രതി പോലീസിനോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് താൻ 6 പേരെ വെട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇത്തരത്തിൽ 6 പേരെ താൻ വെട്ടിയിട്ടുണ്ട് എന്നത് പോലീസ് സ്റ്റേഷനിൽ പോയി നേരിട്ട് ഈ അഫ്നാൻ എന്ന് പറയുന്ന 23-കാരൻ പറയുന്നു. ഈ വെട്ടിയതിൽ ഒരു 2 പേരുണ്ട്, 2 യുവാക്കളുണ്ട്. അത് ഒന്ന് സഹോദരനും മറ്റൊന്ന് സഹോദരിയുമാണെന്നാണ് ആദ്യമായി ലഭിക്കുന്ന വിവരം. പക്ഷേ അതിൽ തന്നെ ഈ സഹോദരി എന്ന് പറയുന്ന ഈ പെൺകുട്ടി അത് ഈ അഫ്നാന്റെ സുഹൃത്താണ് എന്നുകൂടി ലഭിക്കുന്ന ഒരു വിവരമുണ്ട്. പക്ഷെ അതിൽ നമുക്കൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ശരി സുലേഖ, എന്തായാലും അത്തരം വിവരങ്ങൾ പ്രാഥമികമായി ശേഖരിക്കുന്ന ഘട്ടത്തിലാണ് സുലേഖ ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. എങ്കിലും ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്, 23 വയസ്സ് മാത്രമുള്ളൊരു ഒരു പയ്യനാണ്, ഒരു കുട്ടിയാണ്. ആക്രമിച്ചത് ബന്ധുക്കളെ തന്നെയാണല്ലേ? അഫ്നാന്റെ സഹോദരിയും മാതാവും എന്ന് പറയുമ്പോൾ അഫ്നാന്റെ മാതാവ് തന്നെയാണോ ആക്രമണത്തിനിരയായത്? തീർച്ചയായിട്ടും മസുദ, ഈ അക്രമത്തിനിരയായത് അഫ്നാന്റെ മാതാവാണ് എന്നത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവരിപ്പോൾ നിലവിൽ ചികിത്സയിലാണ് ഉള്ളത്. ഈ പോലീസ് എത്തിയതിനു ശേഷമാണ് ഇവരെ വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പരിക്കേറ്റിട്ടും ഈ രക്തം വാർന്ന് ഒഴുകുന്ന ഈ പോലീസ് എത്തിയതിനു ശേഷമാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും നിലവിൽ ഈ അഫ്നാൻ എന്ന് പറയുന്ന 23-കാരന്റെ അക്രമത്തിനിരയായത് അഫ്നാന്റെ തന്നെ ബന്ധുക്കളാണ്. ഏത് സാഹചര്യത്തിലാണ്, എന്ത് കാരണത്താലാണ് ഇത്തരത്തിലുള്ള അക്രമം നടന്നിട്ടുള്ളത്, എന്താണ് ഇതിനു പിന്നിലുള്ള മോട്ടീവ് എന്നതൊക്കെ തന്നെയും നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ഈ നിലയിൽ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച പ്രതിപക്ഷെ എന്താണ് ഇതിലേക്ക് നയിച്ചത് എന്ന് പറഞ്ഞില്ലേ സുലേഖ? നിലവിൽ നമുക്ക് ഈ പ്രതി എന്ന് പറയുന്ന 23-കാരൻ പോലീസിനോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ നാട്ടുകാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ അഫ്നാൻ എന്ന് പറയുന്ന 23-കാരൻ ഒരു സുഹൃത്തിനെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരികയും അതിനെ തുടർന്നുണ്ടായ തർക്കം, ആ തർക്കത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ തർക്കത്തിനൊടുവിലാണ് ഇത്തരത്തിൽ വെട്ടേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ മാതാവിനെയും സഹോദരനെയും ഒക്കെ തന്നെയും വെട്ടേൽപ്പിച്ച ശേഷം വീട്ടിനകത്തുള്ള ഗ്യാസ് തുറന്നു വിടുന്ന ഒരു സാഹചര്യം കൂടി അഫ്നാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് ദാരുണമായ ഒരു സംഭവം തന്നെയാണ് വെഞ്ഞാറമൂട് പെരുമലയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ വെട്ടിയതിനു ശേഷം വീട്ടിനകത്തുള്ള ഗ്യാസ് തുറന്നു വിടുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ആറ്റിങ്ങൽ ഡിവൈഎസ്പി നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് ഈ അല്പസമയം മുൻപാണ് ഇത്തരത്തിലൊരു സംഭവം, ഒരു അക്രമം ഈ വെഞ്ഞാറമൂട് പെരുമല എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ശരി സുലേഖ, എന്തായാലും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും. അത് കിട്ടുന്ന മുറയിലേക്ക് സുലേഖയിലേക്ക് വീണ്ടും അടുത്ത ബുള്ളറ്റിനുകളിൽ എത്താം. ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടല്ലേ? അതെ, ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണല്ലേ. 23 വയസ്സ് മാത്രമുള്ള ഒരു പയ്യനാണ്, ഒരു യുവാവാണ്. അതിൽ ആക്രമിച്ചതിൽ ഒരാൾ സ്വന്തം അമ്മയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്, ഒരാൾ സഹോദരിയാണ്, മറ്റൊരാൾ സുഹൃത്തുമാണ്. എന്തായാലും നിലയിലേക്ക് ഈ കുട്ടികളുടെയൊക്കെ മാനസിക നില മാറിയിട്ടുണ്ട് എന്നുള്ളത്. ആക്രമണത്തിന് ശേഷം വീട്ടിലെ ഗ്യാസ് കൂടി തുറന്നു വെക്കുകയാണ്. അപ്പോൾ അത്രയധികം ഒരു ക്രൂരത ഉണ്ട്, അങ്ങനെ ഒരു മനസ്സിനുടമയാണ് എന്നുള്ളത് കൂടിയാണ്. എന്തായാലും പ്രതി തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി വിവരം പറയുകയായിരുന്നു. സുലേഖയാണ് വിവരങ്ങൾ നൽകിയത്.